ത്തുള്ള എല്ലാ മുസ്ലിംസിനും ഒരു ക്ലിയർ കട്ട് മെസ്സേജാണ് നൽകുന്നത്. മൗലാന സജാദ് നൊമാനി അദ്ദേഹം ഒരു സ്കോളറാണ്. അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്നു. അദ്ദേഹം ഒരു മീറ്റിംഗ് വെച്ചിട്ട് ക്ഷമയോടെ മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പറയുന്നു. ഈ മെസ്സേജ് വളരെ മോശമായ ഒരു കാര്യമാണ്. മോദിജി 10 വർഷത്തിനിടയ്ക്ക് മോഹൻ നോക്കിയോ? ജാതി മതം ഒന്നും നോക്കിയില്ല, ഒരിക്കലും നോക്കിയില്ല. സബ്കാ സാത്ത് സബ്കാ വികാസ് ഈ കാര്യം ബേസ് ചെയ്ത് വളർച്ച കൊണ്ടുവന്നിട്ടുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ ചില ആൾക്കാർ എല്ലാവരുടെയും മനസ്സ് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില മുഗൾവികളും മുല്ലാക്കൾ വഴിയും എനിക്കറിഞ്ഞതുവരെ അവർ ജീവിതകാലം മുഴുവൻ ആ കയ്യിലും കിട്ടിക്കിടന്ന് ഓടേണ്ട അവസ്ഥയായിരിക്കും. അവരെ മാറ്റാൻ പറ്റില്ല. ഒരു APJ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവണമെന്ന് ആർക്കും തന്നെ ആഗ്രഹമില്ല. ഇന്ത്യക്കുള്ളിലും വേറെ ഒരു തലമയ്ക്കുള്ളിലും ആരും വരരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ഫറൂഖാബാദിൽ ഒരു കാര്യം കേട്ടു. സൽമാൻ ഖുർഷിത്തിന്റെ അനിയത്തിയുടെ മോൾ മറിയാലം അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ ആർക്കും അറിയാതെ വളരെ വ്യക്തമായി വോട്ട് ജിഹാദ് ചെയ്യണം എന്ന്. ജിഹാദ് എന്നും പറഞ്ഞ് ഒരുപക്ഷെ വോട്ടും ജിഹാദിന്റെ അടുത്ത് കൂട്ടണമെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നേ? അപ്പം ആ വോട്ട് മൂലം നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല, നരകം മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി വളരെ തെളിച്ചാണ് ഇരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെറിയ താളയില്ല, തനിച്ചുള്ള ഒരു ലോയും ഇല്ല. ബാബാ സാഹിബ് ഭീമാറാവ് നടത്തിയ കോൺസ്റ്റിറ്റ്യൂഷൻ മൂലമായിരിക്കും ഞങ്ങൾ നടത്തുന്നത്.